മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ബുധനും ഗുരുവും മേടത്തിലും, കേതു കന്നിരാശിയിലും, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും, സൂര്യൻ, ശുക്രൻ, രാഹു എന്നീ 3 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. സൂര്യൻ ഏപ്രിൽ 13-ാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ്. കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ 23-ാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ 25-ാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ 2-ാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ 9-ാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ 25-ാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് 10-ാം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ 6-ാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ 14-ാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 1-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 2-ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ശനി ഈ സമയത്ത് ബലവാനാണ്. അതിനാൽ ആരോഗ്യ സംബന്ധമായി ഈ മാസം നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതകളില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 5-ാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ ഏപ്രിൽ 25-ാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പൊതുവെ നല്ലതായിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. ഇത് സ്പോർട്സ്, ഗെയിംസ് കാരണമോ പ്രേമബന്ധങ്ങൾ കാരണമോ ഒക്കെ ആകാനാണ് സാധ്യതകൾ. കൂടാതെ ഈ മാസം കുറച്ച് മാനസിക സമ്മർദ്ദവും അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട്. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. ഇനി നിങ്ങളുടെ ലവ് റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായതിനാൽ ലവ് റിലേഷനിലുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. എങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിൽ ഒരു അഗ്രസീവ്നെസ് കാണാൻ സാധിക്കുന്നതാണ്. അതും ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം. ഇതൊഴിച്ചാൽ പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും. അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 7-ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. പൊതുവെ മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കുന്നതാണ്.
പക്ഷേ ഇത് ബന്ധത്തെ കൂടുതൽ ബലമുള്ളതാക്കാനും ചിലപ്പോൾ സഹായിക്കുന്നതാണ്. ഈ മാസം ശുക്രൻ്റെ ദൃഷ്ടി 5-ാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ മാസാരംഭത്തിൽ മേടം രാശിയിൽ, അതായത് നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ ഏപ്രിൽ 2-ാം തീയതി ബുധൻ വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ 9-ാം തീയതി 3-ാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. ഇവിടെ ഏപ്രിൽ 25-ാം തീയതി മുതൽ ബുധൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും പിന്നീട് മെയ് 10-ാം തീയതി തിരിച്ച് മേടത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. അതിനാൽ പുതിയ കാര്യങ്ങൾ അടുത്ത മാസം ആരംഭിക്കുന്നതായിരിക്കും ഉത്തമം. അതുപോലെ റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും കഴിവതും ഒഴിവാക്കണം. കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങളെ നേരിടേണ്ടി വരും. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. കർമ്മസ്ഥാനാധിപൻ ശുക്രനാണ്. ശുക്രൻ ഏപ്രിൽ 25-ാം തീയതി വരെ ഉച്ചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ ശുഭകരമായിരിക്കും. ശുക്രൻ്റെ സ്ഥിതി വളരെ ഫേവറബിളാണ്. അതുകൂടാതെ ഏപ്രിൽ 13-ാം തീയതി സൂര്യനും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല പുരോഗതി വരാൻ ഇടയാക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും. ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സാമാന്യമായിരിക്കും. ശുക്രൻ്റെ സ്ഥിതി നല്ലതായതിനാൽ ലക്ഷറി ഐറ്റംസിൻ്റെ ബിസിനസ്, അതായത് എയർ കണ്ടീഷണർ, കാർ, വീട്ടിലേക്ക് ആവശ്യമുള്ള മറ്റ് ആർഭാട വസ്തുക്കൾ, ഗാർമെൻറ്റ്സ്, ജ്വല്ലറി, പെർഫ്യൂം എന്നിവയുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം നല്ലതായിരിക്കും. അതുകൂടാതെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, മെഡിക്കൽ, അതുപോലെ കാർഷിക വസ്തുക്കളുടെ കച്ചവടം ചെയ്യുന്നവർ എന്നിവരുടെ എല്ലാം ലാഭസ്ഥിതികളും വർദ്ധിക്കുന്നതായിരിക്കും. ശനി ധനസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും. പൈസയും കുറച്ചൊക്കെ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇതാണ് മകരം രാശിക്കാരുടെ വർഷം 2024 ഏപ്രിൽ മാസത്തിലെ പൊതുമാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.